ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു വിഷയം മാത്രമേ. ഇന്റർഫിയർ ചെയ്യുന്നതിന്റെ രീതിയുണ്ട്. ഒരാൾക്ക് ഒരു സംരക്ഷണം നൽകാൻ. അതല്ല ഞാൻ പറഞ്ഞത്, പടക്കം പൊട്ടിച്ച ആള് തല്ലും കൊള്ളാണ്ട് വീട്ടിൽ പോകും. ഇവിടെ പോകും. അതെന്താ പിന്നെ അവനവന്റെ ബൈക്ക് എടുത്ത് വെറുതെ വന്ന ബൈക്കുകാരൻ അടികെട്ടിയിട്ടുണ്ട്, ബൈക്ക് തല്ലി പൊടിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. ഇതൊക്കെ അറിയാനുള്ള വിശേഷം. പക്ഷെ ഇന്റർഫിയർ ചെയ്യേണ്ട വിഷയം മാത്രമേ. ഇതൊക്കെ പോലീസിന് ഇതൊന്നും അറിയില്ല. തീർച്ചയായിട്ടും അറിയാം. ഇന്റർഫിയർ ചെയ്യുമ്പോ സൂക്ഷ്മതയോടല്ലേ അത് കൈകാര്യം ചെയ്യേണ്ടത്. നിരപരാധികൾക്ക് അടികളാണ്. അത് സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യാതിരിക്കുന്നത് തെറ്റാണോ എന്നുള്ളതാണ് ഇവിടെയുള്ള ചോദ്യം. അത് തെറ്റാണെങ്കിൽ പോലീസ് വളരെ പിന്നെ കൃത്യവിലോപം കാണിക്കുകയും തെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കിയത് തന്നെ പോലീസാണെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ അഭിപ്രായം അല്ല, നിങ്ങളത് അംഗീകരിക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം സംശയം ഇത്രയേ ഉള്ളൂ. പോലീസ് ഇന്റർഫിയർ ചെയ്ത വിഷയത്തിലുള്ള കാര്യമുള്ളൂ. ഇത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ എനിക്ക് വിഷയം നിരപരാധികൾ തല്ലുകെട്ടി, അത് ആ അടിച്ച ഉദ്യോഗസ്ഥന്മാരുടെ പാട്ടാണ്. അത് അവരെ പേര് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം തന്നെയാണ് നമ്മള്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ വിഷയത്തിലാണ്. എന്റെ അന്വേഷണം ഈ പറഞ്ഞ വ്യക്തി നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തിയില്ലേ ഇല്ല, സംഭവം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മളല്ലെങ്കിൽ ഇത്ര വലിയ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഏതെങ്കിലും ഒരു 10 പോലീസുകാരുടെ പേര് പറയാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, എനിക്ക് ദേഷ്യമുള്ള 10 പോലീസുകാരെ, അല്ലെങ്കിൽ എന്നോട് ദേഷ്യമുള്ള ആളെ പറഞ്ഞു തരുന്ന 10 പോലീസിന്റെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ സ്റ്റേഷനിൽ പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. 10 പേരെയും പറയുന്നില്ല. ഞാനൊരു പോലീസുകാരനായിട്ട് തകർന്നാണോ അല്ലെങ്കിൽ ശരി. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ എന്റെ അന്വേഷണം 10 പോലീസുകാർ കയറിയോ, ഡിവൈഎസ്പി കയറായിട്ടോ, CI കയറായിട്ടില്ല, ഒരു SI കയറായിട്ട് മാത്രമേ. 10 പോലീസുകാരെ കൊണ്ട് SI ആയിരിക്കും തല്ലിച്ചത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ 10 പോലീസുകാരാണ്. വിശ്വംഭരൻ SI ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നോട് പറയാം. 10 പേരെ അറിയില്ലെന്ന് വെച്ച് നോക്ക്. അറിയാലോ, 10 പേരും അറിയാലോ. എന്തുകൊണ്ടെന്നാ 10 പേര് ഞാനല്ല, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമല്ല തല്ലിയതെങ്കിൽ, പോലീസുകാർ സ്വമേധിയാണ് എന്നെ ഈ 10 പേരും ചേർന്നിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയതെങ്കിൽ അന്ന് SI പറയണ്ടേ നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന്. നിങ്ങൾക്ക് പറയാം. നിങ്ങൾ കണ്ടുപിടിക്കുന്നല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് പോവാണ്. ഞാൻ ആ വിഷയത്തെ പറ്റി അന്വേഷിക്കുന്ന ആളല്ല. SIയുടെ ഡെലിഗൻസി അന്വേഷിക്കാൻ വന്ന ആളാണ് ഞാൻ. അത് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? അത് മനസ്സിലാക്കുന്നില്ല. ഞാനൊക്കെ ഒരു SIനെ കുറിച്ചോ ഒരു DYSPനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസുകാരനെ കുറിച്ചിട്ടോ എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ഒന്നുമില്ലല്ലോ. നമുക്ക് ഇരക്ക് പറയുന്നതെങ്കിലും മിക്സിക്ക് പറയാൻ. ഹലോ.